നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് എടുക്കാൻ പോകുന്നത് PSC മോസ്റ്റ് എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉണ്ട്, എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് ഒക്കെ അവിടെ കൊടുക്കും കേട്ടോ. അപ്പോ ഹർഷിതം എഡ്യൂടെക് എന്ന് ടെലഗ്രാമിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് കിട്ടുവേ. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും. ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് കണ്ടെത്തുക. അപ്പൊ അമേരിക്കൻ ഭരണഘടനയാണ്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലേക്ക് കടമെടുത്ത ആശയങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. മൗലിക അവകാശങ്ങൾ, ആമുഖം, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, നിയമവാഴ്ച. ഇതിലേതാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുക്കാത്ത ആശയം? നിയമവാഴ്ചയാണ്. നിയമവാഴ്ച ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ബാക്കി ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തതാണ്. PSC റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്, ഞാൻ ഓപ്ഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. മൗലിക അവകാശങ്ങൾ എവിടെ നിന്നും കടമെടുത്തു? അമേരിക്കൻ ഭരണഘടന. ആമുഖം, ആമുഖം അമേരിക്ക, ആമുഖം അമേരിക്ക. ഉപരാഷ്ട്രപതിയുടെ ചുമതല എവിടുന്ന് കടമെടുത്തു? അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തു. പിന്നെ PSC എപ്പോഴും ചോദിക്കുന്നതാണ് ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്തത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ്. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് കടമെടുത്തത് എവിടെ നിന്നാണ്? അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന്. അപ്പൊ 5 കാര്യങ്ങൾ പറഞ്ഞു. മൗലിക അവകാശങ്ങൾ, ആമുഖം, ഉപരാഷ്ട്രപതിയുടെ ചുമതലകൾ, ജുഡീഷ്യൽ റിവ്യൂ, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്. ഇനി ഇവിടെ ഓപ്ഷൻ ഡി നിയമവാഴ്ചയല്ലേ? നിയമവാഴ്ച ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് കടമെടുത്ത മറ്റു പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ക്യാബിനറ്റ് സമ്പ്രദായം. നിങ്ങൾ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് ഓർത്തു കഴിഞ്ഞാൽ പാർലമെന്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പാർലമെന്ററി ജനാധിപത്യം, ക്യാബിനറ്റ് സമ്പ്രദായം, ഇതൊക്കെ ബ്രിട്ടനിൽ നിന്നും കടമെടുത്തതാണ്. പിന്നെ പ്രധാനമായിട്ടുള്ള ഒരു ആശയമാണ് റിട്ട്. റിട്ട് ബ്രിട്ടൻ, രണ്ടിലും ടാ ഉണ്ടല്ലോ. റിട്ട് ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന ആശയം ബ്രിട്ടനിൽ നിന്ന് കടമെടുത്തു. CAGയുടെ ഓഫീസ്, കോംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഫീസ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. റിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്, അത് പെട്ടെന്ന് കിട്ടും. റിട്ട് ബ്രിട്ടൻ, റിട്ട് ബ്രിട്ടൻ. പാർലമെന്ററി ജനാധിപത്യം, അതുപോലെ ക്യാബിനറ്റ് സമ്പ്രദായം എന്നിവ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞ ആശയങ്ങൾ ഏതൊക്കെയാണ്? ഏക പൗരത്വം, റിട്ട്, ഏക പൗരത്വം, റിട്ട്, ക്യാബിനറ്റ് സമ്പ്രദായം, നിയമവാഴ്ച, പാർലമെന്ററി ജനാധിപത്യം, CAGയുടെ ഓഫീസ് എന്നീ ആശയങ്ങൾ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഇനി നിങ്ങളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് ഉത്തരം താഴെ ഉറപ്പായിട്ടൊന്ന് കമന്റ് ചെയ്തേക്കാം. ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര്? ഭൂദാന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. ഇനി DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നും കടമെടുത്തു? അയർലൻഡിൽ നിന്നും കടമെടുത്തു. പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ് എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം, ഈ ആശയവും കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്ന്. അപ്പൊ അയർലൻഡിൽ നിന്ന് കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെയാണ്? 1, DPSP, 2, പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പ്, 3, രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ഈ ആശയങ്ങളൊക്കെ കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്ന്. അയർലൻഡിൽ നിന്ന്. അപ്പൊ നമ്മൾ 3 രാജ്യത്തെയാണ് പറഞ്ഞത്. കുറച്ചായിട്ട് പഠിച്ചു പോയാൽ മതി, എല്ലാം കൂടെ വലിച്ചുവാരി പഠിക്കണമെന്നില്ല. നിങ്ങൾക്ക് പറ്റുന്നത് കുറച്ചായിട്ട് പഠിച്ചു പോവുക. പഠിക്കുന്ന കാര്യം നന്നായിട്ട് തന്നെ തലയിൽ നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഹർഷിതം എഡ്യൂടെക് ആപ്പിലെ എല്ലാ കോഴ്സുകളും എടുത്തിരിക്കുന്നത്. അപ്പൊ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ കോഴ്സുകളെല്ലാം നടന്നു പോവുകയാണ്. ഓക്കെ, 10th പ്രിലിംസ് ഒക്കെ വരാനിരിക്കുക. 499 രൂപയൊക്കെ ഉള്ളൂ ഫീസ്. ഡിസംബർ വരെ വാലിഡിറ്റി ഉണ്ട്. ഒക്ടോബർ-ഡിസംബർ മാസം നടക്കാനിരിക്കുന്ന 10th പ്രിലിംസ് 2025 ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 499 രൂപ മാത്രമേ ഉള്ളൂ ഫീസ് കേട്ടോ. കയറി ചെക്ക് ചെയ്യുക, ജോയിൻ ചെയ്തോളൂ. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ.
ഓക്കെ, അപ്പോ ഇത് കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ ചോദ്യം അമേരിക്കൻ ഭരണകളിൽ നിന്നും കടമെടുക്കാത്ത ആശയം ഏതായിരുന്നു? നിയമവാഴ്ച. അത് ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ചോദ്യം ഇതാണ്: ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന. ഇത് PSCയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ യോജിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യോജിക്കാത്തത്. അപ്പൊ ഇങ്ങനെ ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ജസ്റ്റ് പെൻസിലിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം, യോജിക്കാത്തത്. കാരണം ആ എക്സാം ഹാളിൽ നമ്മുടെ മൈൻഡ് എങ്ങോട്ടൊക്കെയാ എന്തൊക്കെയാ ചിന്തിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം അത്രയും ആ സമയബന്ധിതമായിട്ട് എഴുതി തീർക്കണം, അതുപോലെ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർമ്മ വരണം. അപ്പൊ യോജിക്കുന്നതാണോ യോജിക്കാത്തതാണോ എന്ന് നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ട്വിസ്റ്റ് ചെയ്ത് കളയും. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് അടിയിൽ വരച്ചിടുക എന്നുള്ളതാണ്. പെൻസിലിട്ട് കാരണം അടിയിൽ വരച്ചിടുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ യോജിക്കാത്ത പ്രസ്താവന. ആദ്യത്തെ പ്രസ്താവന നോക്കാം. INCയുടെ ആദ്യത്തെ സെക്രട്ടറി WC ബാനർജി എന്നാണ് തന്നിരിക്കുന്നത്. സെക്രട്ടറി ആണോ WC ബാനർജി? അല്ല, ആദ്യത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്നു WC ബാനർജി. അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ്. രണ്ടാമത് നോക്കൂ, INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നത് പൂനെയിലാണ്. അതെ, പൂനെയിലാണ്. പ്ലേഗിനെ തുടർന്നാണ് ബോംബെയിലേക്ക് ആ ഒരു വേദി ഷിഫ്റ്റ് ചെയ്തത്. അപ്പൊ ആ പ്രസ്താവന ശരിയാണ്, നടത്താൻ തീരുമാനിച്ചിരുന്നത്. ശരി. INCയുടെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു? 72 പേർ പങ്കെടുത്തു. ശരിയായ പ്രസ്താവനയാണ്. INCയുടെ രണ്ടാം സമ്മേളനം എവിടെയാണ് നടന്നത് എന്നാണ് തന്നിരിക്കുന്നത്? മദ്രാസ്. മദ്രാസിലാണോ രണ്ടാമത്തെ സമ്മേളനം നടന്നത്? 1886 കൊൽക്കത്തയിലല്ലേ നടന്നത്? ദാദാഭായ് നവറോജി അധ്യക്ഷം വഹിച്ച സമ്മേളനം. അപ്പൊ മദ്രാസിലല്ല നടന്നത്. അപ്പൊ അതും തെറ്റ്. അപ്പൊ ഇവിടെ തെറ്റ് ഏതൊക്കെയാണ്? 1ഉം 4ഉം. 1ഉം 4ഉം ആണ് തെറ്റായിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ D ആണ് ഉത്തരം. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റി? ആദ്യത്തെ സെക്രട്ടറി ആരായിരുന്നു? WC ബാനർജി ആയിരുന്നില്ല. ആരായിരുന്നു? അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന AO ഹ്യൂം ആയിരുന്നു. ഇനി നാലാമത്തെ പ്രസ്താവന എന്താണ്? രണ്ടാമത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? കൊൽക്കത്തയിൽ. അപ്പൊ 1885 ഡിസംബർ മാസം 28-നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച ഡേറ്റ് എന്നാ? 1885 ഡിസംബർ മാസം 28. ആദ്യത്തെ സമ്മേളനം നടന്നത് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ. അധ്യക്ഷ സ്ഥാനം വഹിച്ചത് WC ബാനർജി, ഉമേഷ് ചന്ദ്ര ബാനർജി. ഇനി ഇങ്ങനെ ഒരു ആശയം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന AO ഹ്യൂം. അദ്ദേഹമായിരുന്നു ആദ്യത്തെ സെക്രട്ടറി. അപ്പൊ INCയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന AO ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ പേര് എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. അത് പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് മാറ്റിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത്? ദാദാഭായി നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ദാദാഭായി നവറോജി, ഇന്ത്യൻ ഗ്ലാഡ്സ്റ്റൺ എന്നറിയപ്പെടുന്ന ദാദാഭായി നവറോജി, ഇന്ത്യയിൽ ആദ്യമായി പ്രതിശീർഷ വരുമാനവും ദേശീയ വരുമാനവും കണക്കാക്കിയ വ്യക്തി, സിദ്ധാന്തം അല്ലെങ്കിൽ ഡ്രെയിൻ തിയറി അല്ലെങ്കിൽ ചോർച്ച സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാഭായി നവറോജി. ഇദ്ദേഹമാണ് രണ്ടാമത്തെ INC സമ്മേളനത്തിന് അധ്യക്ഷം വഹിച്ചത്. അപ്പൊ രണ്ടാമത്തെ INC സമ്മേളനം നടന്ന വർഷം 1886. വേദി എവിടെയായിരുന്നു? കൊൽക്കത്തയായിരുന്നു വേദി. WC ബാനർജി ഈ ആദ്യത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയാണെന്ന് പറഞ്ഞു. ആദ്യത്തെ സമ്മേളനത്തിൽ ഇദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കോട്ടുണ്ട്. എന്താണ്? ഇന്ത്യയുടെ ഭരണകൂടം കുറച്ചുകൂടി പരിഷ്കൃതമാകണമെന്നും നമ്മളെ കൂടി ഭരണത്തിൽ ഉൾപ്പെടുത്തണം എന്നും ആവശ്യപ്പെട്ടത് ആരാണ്? WC ബാനർജിയാണ്. ഇന്ത്യയുടെ ഭരണകൂടം കുറച്ചുകൂടി പരിഷ്കൃതമാകണമെന്നും നമ്മളെയും ഭരണത്തിൽ ഉൾപ്പെടുത്തണം എന്നും ആരാണ് അഭിപ്രായപ്പെട്ടത്? WC ബാനർജിയാണ് അഭിപ്രായപ്പെട്ടത്. ഏത് വേളയിൽ? ആദ്യത്തെ സമ്മേളനം നടക്കുന്ന INCയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇപ്രകാരം അഭിപ്രായപ്പെട്ടത്. ഇനി INCയുടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച ഒരേ ഒരു മലയാളി, ഏക മലയാളി ആരാണ്? C ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. ഏത് സമ്മേളനം? 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനം. അമരാവതി കോൺഗ്രസ് സമ്മേളനം. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ 1885 ഡിസംബർ 28 രൂപീകരിച്ചു. AO ഹ്യൂം ആയിരുന്നു ആദ്യത്തെ സെക്രട്ടറി. WC ബാനർജി ആയിരുന്നു ആദ്യത്തെ പ്രസിഡന്റ്. ആദ്യത്തെ പേര് ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് മാറ്റിയത് ആരാണ്? ദാദാഭായ് നവറോജി. ആദ്യത്തെ വേദി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. രണ്ടാമത്തെ വേദി കൊൽക്കത്ത. അതിന് അധ്യക്ഷം വഹിച്ചത് ആര് തന്നെയാണ്? നവറോജി തന്നെയാണ്.
ഇനി ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം സുരക്ഷാ വാൽവ് സിദ്ധാന്തം അഥവാ സേഫ്റ്റി വാൽവ് തിയറി. ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന് ചോദിച്ചാൽ ലാലാ ലജ്പത് റായി ആണ്. സുരക്ഷാ വാൽവ് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ലാലാ ലജ്പത് റായി. 1897 എന്ന വർഷം കാണുമ്പോൾ എന്ത് ഓർമ്മ വരണം? അമരാവതി കോൺഗ്രസ് സമ്മേളനം ഓർമ്മ വരണം. കാരണം അതിന് അധ്യക്ഷം വഹിച്ചത് ഒരു മലയാളിയാണ്, സി ശങ്കരൻ നായർ, ചേറ്റൂർ ശങ്കരൻ നായർ. INC-യുടെ ഫോർമേഷൻ സമയത്ത് ബ്രിട്ടീഷ് രാജ്ഞി ആരായിരുന്നു? ക്യൂൻ വിക്ടോറിയ. വിക്ടോറിയ രാജ്ഞി ആയിരുന്നു ബ്രിട്ടനിലെ രാജ്ഞി. ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഡഫറിൻ പ്രഭു. ഡഫറിൻ പ്രഭു ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആരാണെന്ന് ചോദിച്ചാൽ ലോർഡ് ചർച്ചിൽ ആണ്. റാൻഡോൾഫ് ചർച്ചിൽ. ലോർഡ് റാൻഡോൾഫ് ചർച്ചിൽ ആയിരുന്നു സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, ക്ലിയർ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചുരങ്ങളെ പറ്റിയാണ്, പ്രീവിയസ് ആണ്. കേരളത്തിൽ പശ്ചിമഘട്ടത്തിലെ താഴെ പറയുന്ന ചുരങ്ങൾ പരിഗണിക്കുക. 4 ചുരങ്ങൾ തന്നിട്ടുണ്ട്. താമരശ്ശേരി, അച്ചൻകോവിൽ ചുരം, കമ്പം ചുരം, ആറമ്പാടി ചുരം. ഓക്കെ, ഈ ആറമ്പാടി എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ ആരുവാമൊഴി ചുരം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ആരുവാമൊഴി ചുരത്തിന്റെ മറ്റൊരു പേര് തന്നെയാണ് ആറമ്പാടി ചുരം. ഓക്കെ, അപ്പോ താമരശ്ശേരി ചുരം, അച്ചൻകോവിൽ ചുരം, കമ്പം ചുരം, ആറമ്പാടി ചുരം. നമ്മൾ സാധാരണ പരീക്ഷയ്ക്ക് എന്താ പഠിച്ചിട്ട് പോകുന്നത്? ഈ ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ഈ ചുരങ്ങളിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏത്, ഇതൊക്കെയല്ലേ പഠിച്ചിട്ട് പോകുന്നത്. പക്ഷെ PSC ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചു. ഈ 4 ചുരങ്ങളും തന്നിട്ട് വടക്ക് നിന്നും തെക്ക് വെച്ചിട്ട് ഇതിന്റെ സ്ഥാനം ക്രമീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 4 ചുരങ്ങൾ എടുത്തിട്ടെ വടക്ക് ഏത് ചുരം, വടക്ക് നിന്നും തെക്കോട്ട് ഈ ചുരങ്ങളെ ഒന്ന് ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, വടക്ക് നമ്മുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുരങ്ങൾ തന്നെയാണ്. അപ്പൊ വടക്ക് നോക്കുമ്പം താമരശ്ശേരി ചുരമല്ലേ? താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ല. താമരശ്ശേരി ചുരം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താ? വയനാട് ചുരം. പക്ഷെ വയനാടല്ല സ്ഥിതി ചെയ്യുന്നത്, കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ഏതാണ്? താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? കോഴിക്കോട്, മൈസൂർ. കോഴിക്കോട്, മൈസൂർ. ഓക്കെ, ആദ്യം വരുന്നത് ഏറ്റവും വടക്കുള്ളത് താമരശ്ശേരി ചുരമാണ്. അത് കഴിഞ്ഞു വരുന്നത് കമ്പം ചുരമാണ്. കമ്പം ചുരം ബന്ധിപ്പിക്കുന്നത് കമ്പത്തിനെ തൊടുപുഴയുമായിട്ടാണ്. കമ്പത്തിനെ തൊടുപുഴയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം. അപ്പൊ ആദ്യം താമരശ്ശേരി ചുരം, വടക്കുന്നത് താഴേക്ക്. ഓക്കെ, ആദ്യം വരുന്നത് താമരശ്ശേരി ചുരം, അത് കഴിഞ്ഞിട്ട് കമ്പം ചുരം, അത് കഴിഞ്ഞിട്ട് വരുന്നത് അച്ചൻകോവിൽ ചുരമാണ്. അച്ചൻകോവിൽ ചുരം. അടുത്തത് ആറമ്പാടി ചുരമാണ് ഏറ്റവും താഴെ വരുന്നത്. അപ്പൊ ആറമ്പാടി ചുരം അഥവാ ആരുവാമൊഴി ചുരം PSC ചോദിക്കും. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ചുരം ഏത്? ആരുവാമൊഴി ചുരം. ഇതിന്റെ മറ്റൊരു പേരെന്ത്? അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, ആറമ്പാടി. അപ്പൊ തെക്കേ അറ്റം എന്ന് പറയുമ്പോൾ അതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പൊ എങ്ങനെയാ യോജിപ്പിക്കുന്നത്, എങ്ങനെയാ അറേഞ്ച് ചെയ്യുന്നത്? 1 3 2 4 1 3 2 4. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഈ ആറമ്പാടി ചുരത്തിനെ തന്നെ എടുക്കാം. കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ചുരമാണ് ആരുവാമൊഴി ചുരം അഥവാ ആറമ്പാടി ചുരം. ഇത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെ? തിരുവനന്തപുരത്തിനെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. തിരുവനന്തപുരത്തിനെ തിരുനെൽവേലിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പൊ പശ്ചിമഘട്ടത്തിലെ ചുരങ്ങളല്ലേ? പശ്ചിമഘട്ടത്തിൽ ആകെ എത്ര ചുരങ്ങളാണുള്ളത്? 16 ചുരങ്ങൾ. 16 ചുരങ്ങളാണ് പശ്ചിമഘട്ടത്തിലുള്ളത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരം. പാലക്കാട് ചുരമാണ് കേരളത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്നതെന്നോ പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണോ എന്ന് ചോദിച്ചാൽ ഏതാണ്? പാലക്കാട് ചുരമാണ്. പാലക്കാട് ചുരമാണ് പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നത്. ഇതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544 ആണ്. ഈ 544ന്റെ പഴയ പേരെന്താ? NH 47. NH 47 എന്നതാണ് NH 544ന്റെ പഴയ പേര്. അപ്പോ പാലക്കാട് ചുരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചുരം. പാലക്കാടിനെ കോയമ്പത്തൂരുമായി ബന്ധിപ്പിക്കുന്നു. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH 544. NH 544ന്റെ പഴയ പേര് NH 47. ഇനി താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം ബന്ധിപ്പിക്കുന്നത് ഏതിനെയൊക്കെയാണ്? കോഴിക്കോടിനെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്നു. വയനാട് ചുരം എന്നും അറിയപ്പെടുന്നു. വയനാടിന്റെ പ്രവേശന കവാടം എന്നറിയപ്പെടുന്നു. ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. വയനാട്
വയനാട് ചുരം അല്ലെങ്കിൽ താമരശ്ശേരി ചുരം നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച ആദിവാസി ആരാണ്? കരിന്തണ്ടൻ. കരിന്തണ്ടനാണ്, കരിന്തണ്ടൻ. ഇനി താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH766. NH766 പഴയ പേരെന്താ? NH212. NH212. അപ്പൊ 766 ആണ് താമരശ്ശേരി ചുരത്തിലൂടെ കടന്നു പോകുന്നത്. അടുത്തത് ബോഡി നായ്ക്കന്നൂർ ചുരം ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു. ഈ ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണെന്ന് ചോദിച്ചാൽ NH85. NH85ന്റെ പഴയ പേര് NH49. NH49 ആണ് ബോഡി നായ്ക്കന്നൂർ. ഇപ്പൊ പുതിയ പേര് പഠിച്ചാൽ മതി. NH85 ആണ് ബോഡി നായ്ക്കന്നൂർ ചുരത്തിലൂടെ കടന്നു പോകുന്നത്, ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നു. ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം എന്താണ്? പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ഇതിലൂടെ കടന്നു പോകുന്ന ദേശീയപാത NH744. NH744 പഴയ പേര് NH208. NH208 എന്നതാണ് പഴയ പേര്. പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു. ഇനി PSC എപ്പോഴും ചോദിക്കുന്നതാണ് പാൽ ചുരം. നിങ്ങൾ ഇത്രയും ഓർത്താൽ മതി. പാല്, മൂക്കിന്റെ പാലം, വായ, കണ്ണ്. അപ്പോ വയനാടിനെ കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്നത് മൂക്കിന്റെ പാലമല്ലേ? അത്രയും ഓർത്താൽ മതി. പാൽ ചുരം വായയെ കണ്ണുമായിട്ട് ബന്ധിപ്പിക്കുന്നു. അപ്പൊ വയനാടിനെ കണ്ണൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? പാൽ ചുരം. പാൽ ചുരം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി കമ്പം ചുരം ഞാൻ പറഞ്ഞു, തൊടുപുഴ. കമ്പത്തിനെ തൊടുപുഴയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് കമ്പം ചുരം. ഓക്കെ, അപ്പൊ ഇന്ന് ഡിസ്കസ് ചെയ്ത ഇത്രയും പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നന്നായിട്ട് നോക്കിയിരിക്കാം. മിക്ക പരീക്ഷയ്ക്കും PSC ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള കോഴ്സുകൾ എല്ലാം അവൈലബിൾ ആണ്. ലിങ്ക് ഫസ്റ്റ് കമന്റിൽ ഉണ്ടായിരിക്കും, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടായിരിക്കും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോവാ. നമ്മുടെ ടെലഗ്രാം ചാനലിൽ മസ്റ്റ് ആയിട്ട് ഒന്ന് കയറി ജോയിൻ ചെയ്തിരിക്കാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.